ആ കാണുന്ന പാലം വഴി, ആ തൂക്കുപാലം വഴി അക്കരയ്ക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. നല്ലൊരു ഗാർഡൻ സെറ്റപ്പ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാണാം. ഫാമിലി ആയിട്ട് മാത്രമല്ല, ഫ്രണ്ട്സ് ആയിട്ടായാലും കപ്പിൾസ് ആയിട്ടായാലും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഐ എം ഷാഡോ ട്രാവലർ. ഇന്ന് നമ്മുടെ യാത്ര ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആതിരപ്പള്ളിയിലേക്കും വാഴച്ചാലിലേക്കും പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കൂടെ കയറണം. ഏഴാറ്റുമുഖത്തു നിന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് ആതിരപ്പള്ളിയിലേക്കുള്ള ദൂരം. ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും ഏത് പ്രായക്കാർക്കും വരാൻ പറ്റില്ല അടിപൊളി സ്പോട്ടാണ് ഏഴാറ്റുമുഖം. 2 വഴിയിലൂടെ നമുക്കിവിടെ വരാൻ പറ്റും. അങ്കമാലി വഴി, ചാലക്കുടി വഴി. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ ഒരു സ്ഥലത്തേക്കുള്ള മാപ്പ് കാണിക്കും. അങ്ങോട്ടാ മോനെ എത്തി. പിന്നടച്ചോ എത്ര 20 2 പേർക്ക് വണ്ടി ഉൾപ്പെടെ 50 അല്ലേ? ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. ബൈക്ക് പാർക്കിങ്ങിന് 10 രൂപയും. ഓക്കെ, അങ്ങ് പോകണം. ഓക്കെ. ഇത് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോകല്ലേ? ഇങ്ങനെ കറങ്ങാം. നല്ല ചൂടുള്ളൊരു സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത്. എങ്കിലും അത്ര ചൂട് ഫീൽ ചെയ്തില്ല. കാരണം ഇവിടെ കുറേ മരങ്ങളും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തണുത്ത കാലാവസ്ഥ നമുക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും. ചേട്ടോ, ഇത് എവിടുന്ന് വരുന്ന വെള്ളം? എവിടുന്ന് വരുന്നത്? ചാലക്കുടി പുഴയാണ്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ചാലക്കുടി പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണത്. ഇവിടെ വന്നിട്ടാണ് പല കൈവഴികളായിട്ട് ഒഴുകി മാറുന്നത്. ഈ ഒരു സംഭവം കണ്ടോ, ഇതായിരിക്കും ഇതിൻ്റെ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഡാമിൻ്റെയൊക്കെ ഷട്ടർ ക്ലോസ് ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന പോലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് കറക്റ്റ് അറിയില്ല, കണ്ടപ്പോൾ തോന്നിയാണ്. സ്പോട്ടുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ ഇറങ്ങി നിന്ന് കുളിക്കാനൊന്നും പറ്റില്ല. നല്ല വെള്ളമൊഴുക്കായിരിക്കും. ഇപ്പോഴിത് വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊഴുക്ക് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും. മീൻ പിടിക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴതിൽ മീൻ കുറവായിരിക്കും. കാരണം വെച്ചാൽ വെള്ളം കുറവാണ്, ചൂട് സമയമാണല്ലോ. നമ്മളിപ്പോൾ കണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇനി നമുക്ക് താഴേക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങി പോകണം. ആ കാണുന്ന പാലം വഴി, ആ തൂക്കുപാലം വഴി അക്കരയ്ക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ ഒരു വാച്ച് ടവർ ഉണ്ട്. പിന്നെ അവിടെ പോകണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം.
ഇനി കാണാൻ പോകുന്നത് പാലവും വാച്ച് ടവറും ഒക്കെയാണ്. അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇതൊരു തൂക്കുപാലമാണ്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന പാലമാണ്, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക്. ഈ പാലത്തിൽ കയറണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ആ ഒരു 20 രൂപ ടിക്കറ്റ് മതി. പക്ഷേ ഇതിനപ്പുറം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വേറൊരു ടിക്കറ്റും കൂടെ എടുക്കണം. രണ്ടും രണ്ട് ജില്ലകളായിട്ടാണല്ലോ. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് ഏഴാറ്റുമുഖം. ഇതിനക്കരെ കാണുന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് തുമ്പൂർ മൊഴി എന്നാണ്. ഇതേപോലൊക്കെ തന്നെയുള്ളൊരു തൂക്കുപാലം കൊല്ലം ജില്ലയിലെ തെന്മലയിലുണ്ട്. അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഡാമൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഈ ചാനലിൽ തന്നെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ചാലക്കുടി പുഴയുടെ മുകളിലൂടെയാണ് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇത് വേനൽക്കാലം ആയതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കുന്ന സമയമായിട്ട് തന്നെ ഇതിലധികം വെള്ളമൊന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകുന്ന സീനൊക്കെ കാണാൻ പറ്റും. നമ്മളങ്ങനെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം കഴിഞ്ഞിട്ട് തുമ്പൂർ മൊഴിയിലേക്ക് പോകും. തുമ്പൂർ മൊഴിയിൽ വന്നിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം. ഇവിടെയും 20 രൂപയുള്ള ടിക്കറ്റ് ചാർജ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ എൻട്രൻസ് ടൈം. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ചെടികളൊക്കെ വെച്ചേക്കുന്നതാണ്. നല്ലൊരു ഗാർഡൻ സെറ്റപ്പ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റും പിന്നെ ജ്യൂസൊക്കെ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കണ്ട അതേപോലെ തന്നെയുള്ള കനാലുകൾ നമുക്കിവിടെ തുമ്പൂർ മൊഴിയിലും കാണാൻ പറ്റും. വലിയ ശബ്ദത്തോടു കൂടിയാണ് ഈ ഒരു കനാലിലൂടെ വെള്ളം ഒഴുകി പോകുന്നത്. ഇതിനെ കനാലെന്നാണോ തോടുന്നാണോ വിളിക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഇതിലൂടെ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ശബ്ദം ദൂരെ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. ബട്ടർഫ്ലൈ പാർക്കിൽ കുറേ കുട്ടികൾക്കുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നല്ല രീതിയിലാണ് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തത്. തുമ്പൂർ മൊഴിയിൽ വന്നാൽ എന്തായാലും എല്ലാവർക്കും ഈ ഗാർഡൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇവിടെ കുറേ മരങ്ങളും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലാണ്. ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഫാമിലിയായിട്ടൊക്കെ വരുന്നവരാണ്. ഫാമിലിയായിട്ട് മാത്രമല്ല, ഫ്രണ്ട്സായിട്ടായാലും കപ്പിൾസായിട്ടായാലും എങ്ങനെ വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളിലൂടെ കാണാൻ പറ്റും. ഇനി കാണാനുള്ളത് വാച്ച് ടവറാണ്. വാച്ച് ടവറിൻ്റെ മുകളിൽ വ്യൂ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതിപ്പോൾ ചൂട് സമയമാണ്, വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ വെള്ളമില്ല. വെള്ളം ഒഴുകി പോകുന്ന സീനൊക്കെ കാണുന്നുണ്ടെങ്കിൽ മഴയുള്ള ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു ചൂട് ടൈം കഴിഞ്ഞ ശേഷം വരുവാണെങ്കിൽ കാണാൻ നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു സ്ഥലത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ എന്തായാലും റിപ്ലൈ തരാം. പിന്നെ ഈ വീഡിയോയും സ്ഥലമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയ സ്ഥലത്തിൻ്റെ കാഴ്ചകളോട്ട് കാണാം.